തായ്ലൻഡിലെ രണ്ടാമത്തെ ദിവസം രാവിലെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിന് വേണ്ടിയിട്ട് റെഡിയാവുമായിരുന്നു. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ? കോറൽ ഐലൻഡിലേക്ക്. കോറൽ ഐലൻഡിലേക്ക് പോകാൻ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കോറൽ ഐലൻഡ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ പാക്കേജിൽ കോറൽ ഐലൻഡിലെ ആക്ടിവിറ്റീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ പേയ്മെൻറ്റ് എടുത്തിട്ടില്ല എങ്കിലും അവർ നമ്മളോട് പറയും ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് തന്നാൽ മതി, നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന്. പിന്നെ കോറൽ ഐലൻഡിലേക്ക് പോകുമ്പം അവരുടെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം നമുക്കൊരു സ്ഥലത്തും ഡിലേ വരില്ല. ഞങ്ങൾ 13 പേരുടെ ഗ്രൂപ്പായിരുന്നു. കോറൽ ഐലൻഡിലേക്ക് പോകാനുള്ള അവരുടെ തന്നെ ടൂർ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നവർ നമ്മളെ ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകും രാവിലെ. പിന്നെ ഓരോ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ 13 പേരായിരുന്നു. ഓരോ ഗ്രൂപ്പായിട്ട് അവർ നമ്മളെ വിളിക്കും. നമ്മളെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആൾ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അടുത്ത ആളുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കുവാണ്. പിന്നെ അവരാണ് നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടാക്കും. അങ്ങനെ ഭയങ്കരമായിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, ഈസി ആയിരുന്നു, ഒരു ടെൻഷനും ഇല്ലായിരുന്നു കോറൽ ഐലൻഡിലേക്ക് ഞങ്ങൾ യാത്ര പോയപ്പം. അവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പാരാസൈലിംഗ്, പിന്നെ സീ വാക്കിംഗ്, ബനാന ബോട്ട്, ജെറ്റ് സ്കീ. ഈ 4 ആക്ടിവിറ്റീസാണ് മെയിൻലി നമുക്ക് കോറൽ ഐലൻഡിൽ ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ടോട്ടലി അവർ നമുക്ക് ഒരു പാക്കേജായിട്ടായിരുന്നു തരുന്നത്. 2500 തായ് ബാത്തിന് നമുക്ക് ഈ 4 ആക്ടിവിറ്റീസും ചെയ്യാം. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു നമ്പരും ഒക്കെ പെർമനൻറ്റ് മാർക്കറും കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് പാക്കേജാണോ എടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവർ പെർമനൻറ്റ് മാർക്കറും കൊണ്ട് എഴുതി തരും. നമുക്കിഷ്ടമുള്ള ആക്ടിവിറ്റീസൊക്കെ എടുക്കാം. ടോട്ടലി ഈ 4 ആക്ടിവിറ്റീസും എടുക്കുവാണെങ്കിൽ 2500 തായ് ബാത്ത് ആയിരുന്നു. പിന്നെ സീ വാക്കിംഗ് തന്നെ എടുക്കുവാണെങ്കിൽ 1500, ബനാന ബോട്ടും ജെറ്റ് സ്കീ മാത്രം എടുക്കുവാണെങ്കിൽ 1500. അങ്ങനെ പല തരത്തിലുള്ള പാക്കേജുകളുണ്ടായിരുന്നു ആക്ടിവിറ്റീസിന്. ഞങ്ങളെല്ലാവരും ഒരുപാട് സമയം ആലോചിച്ച് നിന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഏതൊക്കെ പാക്കേജ് വേണമെന്ന് തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ കോറൽ ഐലൻഡിലേക്ക് നമ്മളെ ബോട്ടിൽ കൊണ്ടുപോകുമ്പം തന്നെ നമ്മൾ ആകാശത്ത് മൊത്തം ഇങ്ങനെ പറന്ന് നടക്കുന്ന പാരാസൈലിങ്ങുകാരെയായിരുന്നു കാണുന്നത്. കാണുമ്പോൾ നമുക്കും കയറണം എന്നൊക്കെ ആഗ്രഹം തോന്നും. അതും ഭയങ്കര ഭംഗിയായിരുന്നു ഇങ്ങനെ പാരാസൈലിംഗ് ചെയ്യുന്നവരിങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നുമെങ്കിലും നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ആ ബോട്ടേൽ ഭയങ്കര സ്പീഡിലായിരുന്നു അത് പോകുന്നത്. പിന്നെ നമ്മൾ അഡൽറ്റിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഒന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ കിഡ്സിൻ്റെ കൂടെ അവരുടെ ഒരാളുണ്ടാവും. അങ്ങനെ ആദ്യം ഞങ്ങളുടെ കൂടെ നിന്ന് പാരാസൈലിങ്ങിന് പോയത് മിക്കിക്കുട്ടിയായിരുന്നു. മിക്കിയുടെ കൂടെ ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് താഴെ നിന്നവർക്ക് പേടിയൊന്നുമില്ലായിരുന്നു. കയറി അവൾക്ക് ഒട്ടും പേടിയില്ലായിരുന്നു. അവർ നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വന്നു. അങ്ങനെ എല്ലാവരും കയറുന്ന കണ്ടപ്പം ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇത് കയറി എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട് നമുക്ക് ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റാത്തുള്ളൂ. ഷുഗറോ പ്രഷറോ ഉള്ളത് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റി വേണേലും ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിനൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ അവർ നമ്മളോട് കുറേ ഇൻസ്ട്രക്ഷൻസ് പറയും. നമ്മൾ എന്തൊക്കെ രീതിയിലാണ് ഓരോ കാര്യവും എൻജോയ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നും. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പാരാസൈലിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നെങ്കിലും നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ആ കാറ്റിനനുസരിച്ച് നമ്മളും ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ പോകുന്നത് കണ്ടപ്പം എന്തായാലും ഞാൻ മാത്രം മാറി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കയറി. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ആക്ച്വലി അവർ നമ്മുടെ ഒരു ബെൽറ്റൊക്കെ കെട്ടിയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളെ കുറച്ച് ഉന്തി കൊണ്ടുവന്ന് പറത്തി വിടും. അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ബോട്ടാണെങ്കിൽ നല്ല സ്പീഡിൽ പോവും. ആ ബോട്ട് പോകുന്ന സ്പീഡിനനുസരിച്ച് കാറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്താ പറയുന്നത്, നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഒരുപാട് മുകളിലേക്ക് ചെല്ലും തോറും ബോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ താഴേക്ക് വരുന്നില്ലായിരുന്നു. കാരണം കാറ്റ് കൊണ്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നടക്കുമായിരുന്നു. അവസാനം ഇറങ്ങിയപ്പം ആണൊരാശ്വാസമായത്. പക്ഷെ അത്രയ്ക്ക് വലിയ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ആ നഗരത്തിൻ്റെ കാഴ്ചകളും കെട്ടിടങ്ങളും ഒക്കെ കടലിൻ്റെ മുകളിൽ കൂടെ നടന്ന് കാണാൻ പറ്റും. പാരാസൈലിംഗ് എന്ന് പറയുന്നത് ഒത്തിരി അപകടം പിടിച്ച ഒരു ആക്ടിവിറ്റിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ആർക്ക് വേണേലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒട്ടും പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല. നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ പാരാസൈലിങ്ങിന് ചെയ്തു. ആക്ച്വലി ഞങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു. പാരാസൈലിംഗ് വേണ്ട, നമുക്ക് സീ വോക്കിങ്ങും ബനാന ബോട്ടും ജെറ്റ് സ്കി മാത്രം മതി, അങ്ങനെയൊക്കെ ഉള്ളൊരു ടോക്കായിരുന്നു. പിന്നെ അതിൻ്റെ അവിടെ നിൽക്കുന്ന ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, അവർ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിലി പറഞ്ഞു തരും. പിന്നെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും എല്ലാവരും ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പോയത് സീ വോക്കിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. സീ വോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കടലിൻ്റെ അടിത്തട്ടിലൂടെ നമ്മൾ നടക്കാനായിട്ടാണ് പോയത്. എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പാക്കേജ് എടുത്തപ്പോൾ എനിക്ക് സീ വോക്കിംഗ് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നമുക്ക് വേണ്ടിയിട്ട് പാക്കേജ് അറേഞ്ച് ചെയ്തിരുന്ന ആൾ പറഞ്ഞു, ഈ ആക്ടിവിറ്റീസിലൊക്കെ സീ വോക്കിംഗ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കുമെന്ന്. അങ്ങനെ ഞാനും ഓക്കെ സീ വോക്കിങ്ങിനായിട്ട് പ്രിപ്പയർ ആയി. അയാൾ എന്നോട് പറഞ്ഞു, സീ വോക്കിംഗ് ചെയ്യുന്നത് നിങ്ങൾ ഒരാളല്ല, നിങ്ങൾ ഫാമിലിയായിട്ട് കൈ പിടിച്ച് നിങ്ങൾക്ക് നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുന്നത് പോലെ കൈയൊക്കെ പിടിച്ച് നമുക്ക് എല്ലാവർക്കും നടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്നിട്ട് കടലിൻ്റെ അടിയിൽ ചെന്നപ്പം ഞങ്ങളെ ഫാമിലിയായിട്ട് തന്നെയാണ് ഓരോരുത്തരെയാണ് കൈ പിടിച്ചുകൊണ്ട് കടലിൻ്റെ അടിത്തട്ടി കൊണ്ട് നിർത്തിയത്. നമുക്ക് കൈ പിടിച്ചൊന്നും നടക്കാൻ പറ്റില്ല, അല്ലാതെ നമുക്ക് തന്നെ നല്ല കംഫർട്ടബിളായിട്ട് നടക്കാം. പിന്നെ ഈ സീ വോക്കിങ് നീന്തൽ അറിയാത്ത ആൾക്കാർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. എനിക്കൊട്ടും നീന്തൽ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര പേടി. പിന്നെ ഒരു ഓക്സിജൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് നമുക്ക് തലയിൽ വെച്ച് തരും. അതിന് ഭയങ്കര വെയിറ്റാണ്. നമ്മൾ ഒരു കൈ കൊണ്ട് അത് പിടിക്കണം, പിന്നെ നമ്മളെ താഴെ കൊണ്ട് നിർത്തുമ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് റെയിലിൽ പിടിച്ച് നമുക്ക് നടക്കാം. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. പിന്നെ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒന്നും പോലെ അത്ര ക്ലാരിറ്റി ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ഒന്നും കിട്ടത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അവർ പറയുന്നുണ്ട് നമ്മളോട്, ഇന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡായി വരുമെന്ന്. ഞങ്ങൾ പാരാസൈലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ബോട്ടേലാണ് സീ വോക്കിങ്ങിന് വേണ്ടിയിട്ട് പോയത്. സീ വോക്കിങ്ങിൻ്റെ ആ തീരത്തോട് അടുപ്പിച്ച് ബോട്ട് നിർത്തിയിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇടാൻ പറയും. അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ നിന്ന് ഒരു 5 സ്റ്റെപ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നമ്മളോട് പറയും. ആ 5 സ്റ്റെപ്പ് ഇറങ്ങുമ്പം തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഒപ്പം തന്നെ വെള്ളമാവും. ആ ഒരു സമയത്ത് അവർ നമ്മുടെ തലയിലേക്ക് ഒരു വെള്ള കളറുള്ള ഹെൽമറ്റ്, അത് നല്ല വെയിറ്റാണ്, അതെടുത്ത് വെച്ച് തരും. ആ ഹെൽമറ്റ് ഓക്സിജനായിട്ട് കണക്റ്റഡ് ആണ്. എന്നിട്ട് അതിൻ്റെ ട്രെയിനേഴ്സ് നമ്മുടെ കയ്യെ പിടിച്ച് താഴേക്ക് നീന്തി കടലിൻ്റെ അടിത്തട്ടി കൊണ്ട് നമ്മളെ നിർത്തും. എന്നിട്ടൊരു റെയിലിൽ കൈ പിടിപ്പിക്കും. ഒരു കൈ നമ്മുടെ ഹെൽമറ്റിലും പിടിക്കാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മളുടെ കയ്യെ തട്ടിയിട്ട് ചോദിക്കും നമ്മൾ ഓക്കെ ആണോ എന്ന്. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ നമ്മളെ അവിടുന്ന് പൊക്കി ബോട്ടിലേക്കാക്കും. അങ്ങനെ ഞങ്ങൾ സീ വോക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി ഓരോരുത്തരായിട്ട് കടലിൻ്റെ അടിത്തട്ടി കൊണ്ട് നിർത്തി. ഞങ്ങളെല്ലാവരും അടുത്തടുത്ത് തന്നെയായിരുന്നു നിന്നിരുന്നത്. ചുറ്റിനും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മീനുകളും പലതരം പവിഴപ്പുറ്റ് പോലത്തെ കാഴ്ചകളും
ഒക്കെ ആയിരുന്നു. അതും ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയായിരുന്നു. നമ്മളെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ട് നിർത്തി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രെഡും സാധനങ്ങളൊക്കെ അവർ തരും. അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പം മീൻ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ പല കളറിലുള്ള മീൻ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചുറ്റിനും കറങ്ങും. അത് എന്താ പറയുന്നത്, അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കതിൻ്റെ സന്തോഷം മനസ്സിലാകത്തുള്ളൂ. വെള്ളത്തിൻ്റെ അടിയിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകും. ശരിക്കും ആ ഹെൽമെറ്റ് എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു സഫോക്കേഷനൊക്കെ ഉണ്ടാകും. പക്ഷേ താഴെ ചെന്ന് നിന്നൊരു കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകും. നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളോട് എപ്പോഴും ആ ട്രെയിനേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മളുടെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഓക്കെ അല്ല എന്നൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ നമ്മളെ പൊക്കി ബോട്ടിലേക്ക് കയറ്റും. അങ്ങനെ ഞങ്ങൾ കുറേ സമയം കടലിൻ്റെ അടിത്തട്ടിൽ എല്ലാവരും അടുത്തടുത്ത് നിന്ന് മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടു. ശരിക്കും പേടി കാരണം ഞാൻ ഇറങ്ങാതിരുന്നായിരുന്നെങ്കിൽ എനിക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു ഈ സീ വാക്കിങ്. നമ്മുടെ ചുറ്റിനും ഇങ്ങനെ മീനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോസൊന്നും അത്ര ക്ലിയർ അല്ല. കാരണം എല്ലാ ഫോട്ടോസിലും നമ്മുടെ ചുറ്റിനും മീൻ ഇങ്ങനെ നടക്കുവാണ്. ഈ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളപ്പോൾ തായ്ലൻഡിൻ്റെ പാക്കേജ് എടുത്തിരിക്കുന്നത് ഡ്രീംഫിൽ ഇൻ്റർനാഷണൽ വഴിയായിരുന്നു. അപ്പോൾ ഡ്രീംഫില്ലിന് ഞങ്ങളുടെ ഈ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാനൊരു അവസരം ഒരുക്കിയതിന് ഒരുപാട് നന്ദി പറയുകയാണ്. കോറൽ ഐലൻഡിലെ ആക്ടിവിറ്റീസിന് ശേഷം ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഇനി റെസ്റ്റിന് ശേഷം ഞങ്ങൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അൽക്കാസർ ഷോ കാണാനാണ് പോകുന്നത്.